എല്ലാവർക്കും നമസ്കാരം. ഫ്രൂട്ട് ഗാർഡൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തക്കാളി കൃഷി എങ്ങനെ വിജയകരമായി ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരങ്ങളാണ് നമ്മളിവിടെ പങ്കുവെക്കുന്നത്. കണ്ടില്ലേ, നമ്മളിവിടെ നിറയെ തക്കാളി നട്ടിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഇത് പറിക്കുന്നുമുണ്ട്. തക്കാളി എപ്പോഴും ഗ്രോ ബാഗിലോ ഒക്കെ നടുന്നതായിരിക്കും ബെറ്റർ. കാരണം മണ്ണിൽ തക്കാളി അടുപ്പിച്ച് നടുകയാണെങ്കിൽ അടുത്തടുത്ത് നടുമ്പോൾ മണ്ണിലെ രോഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പടരാനോ വരാനോ എല്ലാം ചാൻസ് ഉണ്ട്. മണ്ണ് വാട്ടരോഗമൊക്കെ ആണെങ്കിൽ തന്നെ അത് പെട്ടെന്ന് മറ്റ് അടുത്തടുത്ത് നിൽക്കുന്ന ചെടികൾ കൂടെ പിടിക്കും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പം ഗ്രോ ബാഗിലാണെങ്കിൽ നമുക്കത് ഒരു ഗ്രോ ബാഗിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് മറ്റ് ചെടികളിലേക്ക് പടരാൻ സാധ്യത കുറവാണ്. പിന്നെ വേറൊരു കാര്യം, ഗ്രോ ബാഗിൽ കുമ്മായം ഇട്ട് ഇളക്കി വേണം മണ്ണിളക്കി നടുകയോ. സ്യൂഡോമോണോസ് ഒരു 10 ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുക്കുക. വേപ്പെണ്ണ എമൾഷൻ തളിച്ചു കൊടുത്താലൊക്കെ നന്നായിട്ട് തക്കാളി വളരും. അതുപോലെ തന്നെ ചാണകം നമ്മൾ ഇടണം. നന്നായിട്ട് നനച്ചു കൊടുക്കണം തക്കാളി, അല്ലെങ്കിൽ വാടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ വെയിൽ സമയത്തൊക്കെ എപ്പോഴും ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ തക്കാളി നമ്മൾ രാവിലെ വെള്ളം ഒഴിച്ചാലും വാടി നിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വെള്ളം ഒഴിച്ചത് റെഡിയാക്കി എടുക്കണം. നന്നായിട്ട് വെള്ളം വേണ്ട കൃഷിയാണ്.